നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് ഭക്തിപരിവേഷം അണിഞ്ഞതോടെ പിണറായി വിജയൻ ഇപ്പോൾ തീയിൽ ചവിട്ടിയ അവസ്ഥയിലാണ്. ഭക്തനാണോ ഭക്തനല്ലേ? പിണറായി വിജയൻ ഇതിന് മറുപടി പറയണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ ഭക്തനാണെന്ന്. എന്നാൽ പാർട്ടി ഇപ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിൽ പിണറായിക്ക് നേരെ വിമർശനം ഉയരുന്നു. ഇതിനിടയിൽ പിണറായി വിജയനെ ഒന്ന് രക്ഷിക്കാനെന്നും പറഞ്ഞു വന്ന AK ബാലൻ സഖാവ് പൂർണ്ണമായും പിണറായി വിജയനെ കുഴിയിലേക്ക് കൊണ്ട് ചാടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിണറായി വിജയൻ ഭക്തനൊന്നുമല്ല എന്നും ഒരു ഉണ്ടയുമല്ല എന്നും നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് ഇപ്പോൾ AK ബാലൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മതപരമായ ചടങ്ങുകളിലൊക്കെ എന്തിനാണ് പിണറായി പോയി പങ്കെടുക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ അതില്ല എന്ന് സമ്മതിക്കുക. ഈ ചോദ്യം ഇപ്പോൾ പിണറായിക്ക് നേരെ ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം, പറഞ്ഞേ പറ്റൂ എന്നാണ് ആവശ്യം. ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തൻ ആണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചപ്പോഴായിരുന്നു AK ബാലൻ ചില വിടുവായത്തങ്ങൾ പറഞ്ഞു. പിണറായി വിജയൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സ്വന്തം അഭിപ്രായം മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന് പ്രചാരണം നടക്കുന്നു. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ കേവല ഭൗതികവാദിയല്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണ്. പ്രസവ വാർഡിന്റെ മുമ്പിൽ ഇവിടെ പ്രസവം സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ലെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പിണറായി വിജയന്റെ ഭക്തിയെ സ്ത്രീകളുടെ പ്രസവവുമായിട്ട് വരെ കൂട്ടിച്ചേർത്ത് ഇണക്കി ഒരു കഥ പറയേണ്ട ഗതികേടിലാണ് CPM എത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ ഭക്തനല്ല എന്ന് AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുമ്പോൾ, എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു പിണറായി വിജയൻ നല്ല കട്ട ഭക്തനാണെന്ന്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും ഒക്കെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും കുറി തൊടുകയും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ വല്ല അർച്ചനയോ ശത്രുസംഹാര പൂജയോ ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ പിണറായിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചില വിശ്വാസത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളും അതിൻ്റെ പരിവേഷവും ഒക്കെ പിണറായി എടുത്ത് അണിഞ്ഞിരിക്കുന്നത് എന്ന ആരോപണമുണ്ട്. പക്ഷെ അത് സമ്മതിക്കാൻ പാർട്ടി തയ്യാറല്ല. അങ്ങനെ ഇപ്പോൾ പിണറായി കമ്മ്യൂണിസ്റ്റ് ആണോ അതോ ഭക്തനാണോ എന്ന് സ്വന്തം പാർട്ടിയോട് തന്നെ തെളിയിക്കേണ്ട ഗതികേടിലേക്ക് പിണറായി എത്തിയിരിക്കുന്നു. MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ ഒന്നും പറയാതെ എങ്ങനെയും ഒക്കെ മുങ്ങാൻ നോക്കുകയാണ്. പക്ഷേ MV ഗോവിന്ദൻ ഇന്നൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. NSS കൂടെ നിൽക്കുന്നത് CPM-ന് മൂന്നാം തവണ അധികാരം കിട്ടുന്നതിന് വഴിവെക്കും എന്നാണ്. ഇതുവരെ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാം തവണ CPM അധികാരത്തിൽ വരും, അത് ഈ സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയ വികസനം കൊണ്ടാണ്, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇനി അധികാരം കിട്ടാൻ പോകുന്നത് എന്നാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് പാർട്ടി സെക്രട്ടറി പറയുന്നു NSS പിന്തുണച്ചതുകൊണ്ട് മൂന്നാം തവണ അധികാരത്തിൽ വരുമെന്ന്. ഒരു കാര്യത്തിലും ഇവർക്കാർക്കും ഒരു യോജിപ്പില്ലാത്ത മറുപടികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമല അയ്യപ്പ സംഗമം കഴിഞ്ഞതോടുകൂടി പിണറായി വിജയന് പണിയോട് പണിയാണ്. 4 വഴിക്കൂടെയും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇനിയിപ്പോൾ ഭക്തനാണോ അതോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ഒന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. പിണറായി സർക്കാരിന് SNDP-യും NSS-ഉം പൂർണ്ണ പിന്തുണ കൊടുത്തതോടുകൂടി ഇപ്പോൾ വെട്ടി വിയർത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. VD സതീശന്റെ പിടിപ്പുകേടാണ് NSS-ഉം SNDP-യും കയ്യിൽ നിന്ന് പോകാൻ കാരണമെന്ന് പല കോണിൽ നിന്ന് വിമർശനം ശക്തമാകുന്നുണ്ട്. ഇതിനിടയിൽ പിണറായി സർക്കാരിനെയും അതുപോലെ തന്നെ CPM-നെയും വിമർശിച്ച് തനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിമർശനങ്ങളും പിണറായിയുടെ മേലെ ഒരു ശാപം പോലെ അല്ലെങ്കിൽ വിമർശനമായി ചൊരിയുകയാണ് VD സതീശൻ. ശബരിമലയുമായി ബന്ധപ്പെട്ട് NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഞങ്ങളുടേത് രാഷ്ട്രീയ തീരുമാനമാണ്. സർക്കാരിനോട് 3 പ്രധാന ചോദ്യങ്ങൾ ഉന്നയിച്ചു. ശബരിമലയിൽ ആചാര ലംഘനത്തിന് അനുകൂല സത്യവാങ്മൂലം നൽകിയത് തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ആദ്യ ചോദ്യം. നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് NSS പ്രവർത്തകർക്കെതിരെ അടക്കം എടുത്ത കേസ് പിൻവലിക്കാൻ തയ്യാറാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഭരണത്തിന്റെ 10ാം വർഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ശബരിമല മാസ്റ്റർ പ്ലാൻ CPM-ന്റെ കപടഭക്തിയുടെ ഭാഗമല്ലേ എന്നതാണ് മൂന്നാമത്തെ ചോദ്യമെന്നും സതീശൻ ചോദിച്ചു. CPM എന്ന കപടഭക്തി പരിവേഷക്കാരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുമെന്നും സതീശൻ വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ആവേശഭരിതരായവരാണ് CPM-കാരും ദേവസ്വം മന്ത്രി വാസവനും. ഇത് കേട്ട് BJP-കാർ കോരിത്തെരിച്ചു. ഇത് കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? BJP-ക്കും വർഗീയ ശക്തിക്കും കേരളത്തിൽ ഇടം നൽകുകയാണ് CPM ചെയ്യുന്നത്.
യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ കൂട്ടാണെന്നും ജനങ്ങളുടെ മുന്നിൽ ഇത് തുറന്നു കാട്ടുമെന്നും സതീശൻ പറഞ്ഞു. NSSുമായോ SNDPയുമായോ UDFന് തർക്കമില്ല. അവരുമായി നല്ല ബന്ധത്തിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. സമദൂരമാണ് NSS നിലപാട്. അത് തുടരുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. വർഗീയവാദികളെ NSS ആസ്ഥാനത്ത് കയറ്റാത്ത നിലപാടാണ് NSS നേരത്തെയും സ്വീകരിച്ചത്. അതിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ലീഗ് UDFനെ നയിക്കുന്നുവെന്ന ചോദ്യം സതീശൻ പരിഹസിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞിരുന്നു. CPM ലീഗിന്റെ പിന്നാലെ എത്ര തവണ നടന്നുവെന്ന് സതീശൻ ചോദിച്ചു. ലീഗിന്റെ മതേതര നിലപാടിനെതിരായി നിന്നവരാണ് INLനെ കക്ഷത്ത് വെച്ചിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കുന്നതെന്നും വേറെ പണി നോക്കിയാൽ മതിയെന്നും VD സതീശൻ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് ന്യൂനപക്ഷ പ്രീണനവും തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ പ്രീണനവുമാണ് CPMന്. UDFന് ഒറ്റ നിലപാടേയുള്ളൂ. അത് വർഗീയതയ്ക്കെതിരെയുള്ളതാണെന്നും സതീശൻ വ്യക്തമാക്കി. ഇതിനിടെ NSSന്റെ പോപ്പ് അങ്ങനെ പരിഹസിച്ചുകൊണ്ടാണല്ലോ സുകുമാരൻ നായരെ ട്രോളുന്നത് എല്ലായിടത്തും. സുകുമാരൻ നായർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉയരുകയാണ്. ശബരിമല വിഷയത്തിലെ സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് 4 അംഗ കുടുംബം NSS അംഗത്വം രാജിവെച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി പുഴവാതിൽ സ്വദേശി ഗോപകുമാർ സുന്ദരൻ, ഭാര്യ അമ്പിളി, മക്കളായ ആകാശ്, ഗൗരി എന്നിവരാണ് അംഗത്വം രാജിവെച്ചത്. കുടുംബത്തിന്റെ രാജിക്കത്ത് NSS സെക്രട്ടറിക്കും പ്രസിഡന്റിനും നൽകിയിട്ടുണ്ട്. സുകുമാരൻ നായരുടെ രാഷ്ട്രീയ ചായ്വും പക്ഷപാതപരമായ അഭിപ്രായവുമാണ് രാജിക്ക് പിന്നിൽ എന്നാണ് കത്തിലുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സുകുമാരൻ നായർ നടത്തിയ സർക്കാർ അനുകൂല പരാമർശം ഏറെ ചർച്ചയായിരുന്നു. ഈ സർക്കാരിൽ വിശ്വാസമാണെന്ന് തുറന്നു പറഞ്ഞ് ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്നു സുകുമാരൻ നായർ ചെയ്തത്. അതോടൊപ്പം UDFനെയും BJPയും കടുത്ത ഭാഷയിൽ സുകുമാരൻ നായർ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതുമാത്രമല്ല, ഇപ്പോൾ NSSലെ കട്ടപ്പയാണ് സുകുമാരൻ നായർ എന്നുള്ള രീതിയിൽ ഫ്ലെക്സുകളൊക്കെ ഉയർന്നിട്ടുണ്ട്. പിണറായിക്കൊപ്പം കൂടിയതോടെ NSS ജനറൽ സെക്രട്ടറിക്ക് കഷ്ടകാലം തുടങ്ങി എന്ന് തന്നെയാണ് ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.